യുദ്ധഭീതി നിഴലിക്കുന്ന പശ്ചിമേഷ്യൻ കടലിടുക്കുകളിൽ കുടുങ്ങിപ്പോയത് ഇന്ത്യയുടെ 7 കൂറ്റൻ കപ്പലുകൾ. എന്നാൽ ലോകത്തിന്റെ ഏത് കോണിലായാലും ഓരോ ഇന്ത്യക്കാരന്റെയും ജീവൻ സുരക്ഷിതമാക്കാൻ ഉറക്കമൊഴിച്ച് കാവലിരിക്കുന്ന ഒരു ഭരണകൂടം ഇന്ന് ന്യൂഡൽഹിയിലുണ്ട്. പ്രതിസന്ധികൾക്ക് നടുവിൽ ഗൾഫ് മേഖലയിൽ കുടുങ്ങിയ കപ്പലുകൾക്കും അതിലെ 100 കണക്കിന് വരുന്ന ഇന്ത്യൻ നാവികർക്കുമായി ഭാരതം നടത്തുന്ന ആ നിർണായക നീക്കം എന്താണ് നോക്കാം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ രൂക്ഷമാകുന്നതിനിടയിൽ പേർഷ്യൻ ഗൾഫിൽ 7 ഇന്ത്യൻ കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്നാൽ വെറുമൊരു ആശങ്കപ്പെടുത്തുന്ന വാർത്തയ്ക്കപ്പുറം ചരിത്രത്തിലാദ്യമായി ഓരോ ഇന്ത്യൻ നാവികനെയും നിരീക്ഷിക്കാൻ അത്യാധുനിക ഓപ്പറേഷണൽ ഡാഷ്ബോർഡ് സജ്ജമാക്കുകയാണ് കേന്ദ്ര സർക്കാർ. കപ്പലിന്റെ കൃത്യമായിട്ടുള്ള സ്ഥാനം, ജോലിക്കാരുടെ എണ്ണവും സുരക്ഷയും, അവർ നേരിടുന്ന ഭീഷണികൾ എന്നിവ തത്സമയം അറിയാൻ കഴിയുന്ന ഈ സംവിധാനം ഉടൻ നടപ്പിലാക്കാൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഏത് കൊടുങ്കാറ്റിലും ഇന്ത്യക്കാരെ സുരക്ഷിതരായി സംരക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അതിശക്തമായിട്ടുള്ള നയതന്ത്ര ഇച്ഛാശക്തിയാണ് ഇവിടെ വ്യക്തമാകുന്നത്. അടുത്തിടെ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് MT അൽ ബഹിയ, MT മോംബാസ എന്നീ 2 കപ്പലുകൾക്ക് നേരെ ഇറാനിലെ സായുധ സംഘങ്ങളുടെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായിരുന്നു. 30ഓളം ഇന്ത്യക്കാരുണ്ടായിരുന്ന ഈ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികന് ജീവൻ നഷ്ടപ്പെടുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്കിൽ ഒമാൻ സമുദ്രാതിർത്തിക്കുള്ളിൽ വെച്ച് 2 ഇറാനിയൻ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചാണ് കപ്പലുകളെ ആക്രമിച്ചതെന്ന് UAE പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. തുടർന്ന് ന്യൂഡൽഹിയിലെ ഇറാൻ ഡെപ്യൂട്ടി അംബാസിഡറെ നേരിട്ട് വിളിച്ചു വരുത്തി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ഇതുവരെ 14 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ അടിയന്തര സാഹചര്യത്തിലാണ് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള യാത്രകളിൽ നിന്ന് ഇന്ത്യൻ നാവികരെ ഒഴിവാക്കാൻ DGMA ഷിപ്പിംഗ് കമ്പനികൾക്ക് അടിയന്തര മുന്നറിയിപ്പ് നൽകിയത്. മുൻകാലങ്ങളിൽ വിദേശത്ത് കുടുങ്ങുന്ന ഇന്ത്യക്കാരുടെ വിവരങ്ങൾ അറിയാൻ പോലും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ നവഭാരതം അങ്ങനെയല്ല. പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ട് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തത്സമയ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇന്ന് ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. വിദേശ മണ്ണിലെ അസ്ഥിരതകൾക്കിടയിലും ഇന്ത്യൻ പാസ്പോർട്ടും ത്രിവർണ്ണ പതാകയും ഒരു സുരക്ഷാ കവചമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് തങ്ങളുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അടിവരയിട്ട് പറയുമ്പോൾ അത് പശ്ചിമേഷ്യയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ശക്തികൾക്കുള്ള വ്യക്തമായ താക്കീത് കൂടിയാകുന്നുണ്ട്.